നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള പ്രിലിമിനറി സ്ക്വാഡ് ലിസ്റ്റ് 11-ാം തീയതി തന്നെ എല്ലാ ടീമുകളും ഫിഫക്ക് അയച്ചിട്ടുണ്ട്. അപ്പം അതിൽ പല വിവരങ്ങളും പലരും പുറത്തുവിടുന്നു. അർജൻറ്റീന ഒഫീഷ്യലി 55 ലിസ്റ്റ് പുറത്തുവിട്ടത് കൊണ്ട് പിന്നെ ഊഹാപോഹങ്ങൾക്കിടമില്ല. സ്പെയിനിൻ്റെ കാര്യത്തിൽ ഡാനി കർവാഹൽ ഇല്ല എന്നുള്ളത് വലിയ വാർത്തയായിട്ട് ഇന്നലെ വന്നു. നമ്മളത് ചർച്ച ചെയ്തു. ബ്രസീലിൻ്റെ കാര്യത്തിൽ അവിടെ ഇവിടെ കുറേ ലീക്കുകൾ കിട്ടിയെന്നല്ലാതെ ഒഫീഷ്യലി CBF പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവിടണമെന്ന് നിയമമില്ല. ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചാൽ മതി. അത് വരുന്ന തിങ്കളാഴ്ച പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആഞ്ചലോട്ടി അത് ഈ പ്രിലിമിനറി സ്ക്വാഡ് പുറത്തുവിടേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ. എന്നാൽ ബ്രസീലിയൻ മാധ്യമങ്ങൾ കുറേ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തി അവർക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് ആ പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 11-ാം തീയതി 55 ലിസ്റ്റ് പുറത്ത് വരുന്ന സമയത്ത് ബ്രസീലിൽ നിന്നുള്ള ചില സോഴ്സുകൾ വെച്ച് ആ ഒരു 55 ലിസ്റ്റ് ബ്രസീലിൽ ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു കൺഫേംഡ് അല്ല, ബ്രസീലിൽ നിന്നുള്ളൊരു സോഴ്സ് വഴി നമുക്ക് ലഭിച്ചതാണ് എന്ന്. എന്നാൽ ഈ ആ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞു കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന്. ഇപ്പോൾ നമുക്ക് ബ്രസീലിലെ പ്രമുഖ മാധ്യമങ്ങളെ ആശ്രയിക്കാൻ മാത്രമേ വഴിയുള്ളൂ, കാരണം CBF ഒഫീഷ്യലി പുറത്തുവിടാത്തത് കൊണ്ട്. അപ്പോൾ ഗ്ലോബോ 55 പേരിൽ 54 പേരുടെ ലിസ്റ്റും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഗ്ലോബോയും TNT സ്പോർട്സും പുറത്തുവിട്ട പ്രിലിമിനറി സ്ക്വാഡിൽ ഡിഫറൻസും ഉണ്ട്. ഗ്ലോബോ പറയുന്നു ജാവോ ഗോമസിനെ സ്ക്വാഡിൽ എടുത്തിട്ടുണ്ടെന്ന്. എന്നാൽ TNT സ്പോർട്സ് പറയുന്നത് അങ്ങനെ ഇല്ല, നദാനും അതുപോലെ സാവിഞ്ഞോയും സ്ക്വാഡിലുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് TNT സ്പോർട്സിനെയും അതുപോലെ ഗ്ലോബോയും തൽക്കാലം വിട്ടിട്ട് ESPN ബ്രസീലിൽ നോക്കാം. അവർ 51 പേരുടെ ലിസ്റ്റാണ് കൺഫേം ചെയ്യുന്നത്. ബാക്കി 4 പേരെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അതാണ് കുറച്ചുകൂടി ഇപ്പോൾ ഈ തർക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ്, ഇപ്പോൾ 2 പേര് തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എടുക്കാമല്ലോ. ഏത്? അതന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ്, ESPN എടുക്കുകയാണ്. അപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് ലിസ്റ്റിലുള്ളത് ലിവർപൂളിൻ്റെ ആലിസൺ ബെക്കറും അൽ നസറിൻ്റെ ബെൻഡോയും ഫെഡർബാഷയുടെ എഡേഴ്സണും കൊറിന്ത്യൻസിൻ്റെ ഹ്യൂഗോ സൗസയും നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ജോണും ഗ്രമിയോയുടെ വെവേർട്ടിനുമാണ്. ഡിഫൻഡർമാരായിട്ട് ഫ്ലമിംഗോയുടെ അലക്സാൻഡ്രോ, യുവൻറ്റസിൻ്റെ ബ്രമർ, ഫ്ലമിംഗോയുടെ ഡാനിലോ, ജെനിത്തിൻ്റെ ഡഗ്ലസ് സാൻഡോസ്, ക്രുസൈറോയുടെ ഫബ്രീസിയോ ബ്രൂണോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്, ക്രുസൈറോയുടെ കൈക്കി ബ്രൂണോ, ഫ്ലമിംഗോയുടെ ലിയോ ഓർട്ടീസ്, ഫ്ലമിംഗോയുടെ ലിയോ പെരീര, ബാഹിയുടെ ലൂസിയാനോ യുബ, PSG മാർക്കിഞ്ഞോസ്, നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മൊഴിലോ, അൽ അഹ്ലിയുടെ റോജർ ഇബാനസ്, പോർട്ടോയുടെ തിയാഗോ സിൽവ, ബൂട്ടഫാഗയുടെ വിറ്റീഞ്ഞോ, ജിറോണയുടെ വിറ്റർ റീസ്, റോമയുടെ വെസ്ലി. അതിശ്രദ്ധേയമായിട്ടുള്ള കാര്യം 41-കാരനായിട്ടുള്ള തിയാഗോ സിൽവയെ 55-അംഗ പ്രിലിമിനറി ലിസ്റ്റിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഫൈനൽ സ്ക്വാഡിൽ വരാനുള്ള സാധ്യത കുറവാണ്. മിഡ്ഫീൽഡേഴ്സായിട്ട് പാൽമറാസിൻ്റെ ആൻഡ്രിയസ് പെരീര, ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ്, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുയിമേറസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ, ബൂട്ടഫാഗയുടെ ഡാനിലോ സാൻഡോസ്, അറ്റ്ലാന്റയുടെ എഡേഴ്സന്, അൽ ഇത്തിഹാദിൻ്റെ ഫാബിഞ്ഞോ, ഗലറ്റസറായിയുടെ ഗബ്രിയൽ സറ, ക്രുസൈറോയുടെ ഗേഴ്സൺ, വോൾവർഹാംപ്റ്റൺ വാണ്ടറേഴ്സിൻ്റെ ജാവോ ഗോമസ്, ഫ്ലമിംഗോയുടെ ലൂക്കാസ് പക്വറ്റ, ക്രുസൈറോയുടെ മാറ്റിസ് പെരീര. സോ ജാവോ ഗോമസ് ഉണ്ട് എന്ന് ഗ്ലോബോ പറയുന്നത് ഇതാ ESPN FCയും കൺഫേം ചെയ്യാണ്. മുന്നേറ്റത്തിൽ ബെറ്റിസിൻ്റെ ആൻ്റണി, ലിയോണിൻ്റെ എൻട്രിക്ക്, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മാർട്ടിനെല്ലി, നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഇഗോർ ഹീസസ്, ബ്രെൻഫോർഡിൻ്റെ ഇഗോർ തിയാഗോ, ചെൽസിയുടെ ജാവോ പെഡ്രോ, ക്രുസൈറോയുടെ കായോ ഹോർഗെ, ജെനിത്തിൻ്റെ ലൂയിസ് എൻട്രിക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാത്യൂസ് കുഞ്ഞ, സാൻഡോസിൻ്റെ നെയ്മർ, ഫ്ലമിംഗോയുടെ പെഡ്രോ, ബാഴ്സലോണയുടെ റാഫീഞ്ഞ, ബേൺമൗത്തിൻ്റെ റയാന്, ടോട്ടനാമിൻ്റെ റിച്ചലീസൺ, ഫ്ലമിംഗോയുടെ സാമുവൽ ലീനോ, റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ. അപ്പോൾ ഇത് 51 പേരെ ആയിട്ടുള്ളൂ. ബാക്കി ഇനിയും കൺഫേം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഈ മാസം 18-ാം തീയതി ഫൈനൽ സ്ക്വാഡ് ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. നെയ്മർ ജൂനിയറുടെ കാര്യം എന്താവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. അതേസമയം ഇന്നലെ കാഫു ഒരു കാര്യം പറയുകയുണ്ടായി. ഞാൻ ആഞ്ചലോട്ടിയുമായിട്ട് ഒരുപാട് സംസാരിച്ചു.
വേൾഡ് കപ്പ് സ്ക്വാഡിനെക്കുറിച്ച് ആഞ്ചലോട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്, വ്യക്തതയുണ്ട്. ആരെയൊക്കെ എടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രസീൽ യൂറോ സീരിയയിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ മാത്രം നോക്കിയിട്ടൊന്നും ആ തീരുമാനം മാറില്ല. എന്ത് വേണമെന്നുള്ളത് ഓൾറെഡി ആഞ്ചലോട്ടി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്താണ് ആ തീരുമാനം എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. ഏത് പല കാര്യങ്ങളും നമ്മൾ കാത്തിരിക്കുകയാണല്ലോ, കാത്തിരിപ്പ് തുടരുകയാണല്ലോ. അങ്ങനെ തുടരാന്നേ. പക്ഷേ ഇത് അനന്തമായി നീളുന്ന കാത്തിരിപ്പല്ല. ആ വ്യത്യാസമുണ്ട്. ഇത് തിങ്കളാഴ്ച തന്നെ അറിയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.